Noise Earbuds Mini already നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു സീരീസിലുള്ള രണ്ടാമത്തെ ഇയർബഡ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് തോണേ എയർബഡ്സ് മിനി 2 1299 അല്ലെങ്കിൽ 1499 ഈ ഒരു റേഞ്ചിലായിരിക്കാം മേ ബി അതിന്റെ നോർമൽ റേറ്റ്. എന്നാൽ 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ നമുക്ക് ഇന്ന് ഈ ഒരു ഇയർബഡ് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഒരു ഹാഫ് ഇൻ ഇയർ TWS 1000 രൂപയ്ക്കുള്ളിൽ നോക്കുന്നെങ്കിൽ സ്പെക് വൈസ് നോയ്സ് എയർബഡ്സ് മിനി 2 വാങ്ങിച്ച അവർ ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. അൺബോക്സിംഗ് അല്ല, ജസ്റ്റ് ഓവ്യൂ മാത്രമാണ്. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും 999 രൂപ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ബീജ് എന്നിങ്ങനെ 4 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകാൻ പോകുന്നത്. ഏതിനാണെങ്കിലും 999 രൂപ തന്നെയാണ്. ഫിസിക്കലി നമ്മൾ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ 4 LED ഇൻഡിക്കേറ്റർ ഉണ്ട്, നോയ്സിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, അടിയിലായിരിക്കും നമ്മുടെ ആ ഒരു ടൈപ്പ് സി പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും 4 LED ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കേസിൽ എത്രയാണെന്നുള്ളത് അറിയാൻ എന്താ പറയുക, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. 25, 50, 75, 100 അങ്ങനെ ആയിരിക്കും ഓരോ LED ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 45 hours ആണ് കേട്ടോ ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസ് നിന്ന് കിട്ടുന്നത്. കൂടാതെ 90 minutes വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാ ചാർജിങ് ടെക്നോളജി ഉണ്ട്. അതായത് 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 5V1A അല്ലെങ്കിൽ 5V2A, അതായത് 5 wattsന്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ 10 wattsന്റെ അഡാപ്റ്റർ വെച്ച് നമുക്ക് ഈ ഒരു ഇയർബഡ് ചാർജ് ചെയ്യാം. പിന്നെ ഫാസ്റ്റ് ചാർജർ ആണെങ്കിലും അതിനകത്ത് 5V2A ഔട്ട്പുട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാം. പിന്നെ കേബിൾ നമ്മൾ ഇവരുടെ കിട്ടുന്നത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, അതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതും സേഫും കേട്ടോ. അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിൽ, പവർ ബാങ്കിലൊക്കെ ചാർജ് ചെയ്യുന്നത് കുറച്ച് സേഫ് ആയിരിക്കും കൂടുതലായിട്ട്. ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്കൊന്ന് അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഇനി കേസിന്റെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. ഇനി ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ്. സോ അതായത് ഇയർ ടിപ്പുകളില്ല. ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഈ ഹാഫ് ഇൻ ഇയറിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എത്ര നമ്മൾ ഓളിയത്തിൽ കേട്ടാലും സറൗണ്ടിങ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് പൊതുവെ അതായത് കൂടുതൽ ആ ഒരു ബേസ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ഈ ഒരു ഹാഫ് ഇൻ ഇയർ TWSലേക്ക് പോവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. 13mm ഡ്രൈവേഴ്സ് ആണ്. സോ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും മ്യൂസിക്കിൽ. കൂടാതെ 3.2 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. അപ് ടു 7 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ സിംഗിൾ ചാർജിലുള്ള പ്ലേ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 90 minutes വേണം, അതായത് 1.5 hours വേണം ഈ ഒരു ഇയർബഡുകളും 100%ലേക്ക് ചാർജ് ആകാനായിട്ട്. ഇനി ക്വാഡ് മൈക്ക് വിത്ത് ENC ഇവിടെ ഉണ്ട്. അതായത് ഓരോ ഇയർബഡിലും 2 മൈക്ക് വീതമുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റി ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഇതൊക്കെ തന്നെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. നോയ്സിന്റെ പൊതുവെ മൈക്ക് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞത് ക്വാഡ് മൈക്ക് ഉണ്ടെങ്കിൽ പോലും ആവറേജ് ആണ്. അതായിരിക്കും ഇവിടെയും നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് തന്നെ. അത്യാവശ്യം നല്ല ഡ്രിസ്സിലിംഗിലാണെങ്കിലും അത്യാവശ്യം നല്ല മഴയിലാണെങ്കിലും ഇനി അതെല്ലാം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് സെറ്റ് ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കൂടാതെ നമുക്ക് ലോ ലേറ്റൻസി മോഡ് അപ് ടു 50 ms ലോ ലേറ്റൻസി മോഡുണ്ട്. സോ ഗെയിമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ സാധിക്കും ഈ ഒരു നോയ്സ് എയർബഡ്സ് മിനി 2 കൊണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇതുവരെ അങ്ങോട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഒന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 11:10 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരു 50 മിനിറ്റ് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആകാനായിട്ട്. എന്തായാലും ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത് ലോഞ്ച് ആയിട്ടുണ്ടാവാം. സോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക്, അതായത് വാങ്ങിച്ചതിന് ശേഷമാണ്, ഇയർബഡ് വാങ്ങിച്ചതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.